പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പിശാച് ബാധയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലും വിശുദ്ധരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഭൂതോച്ചാടകരുടെ അനുഭവങ്ങളിലൂടെയും മനസ്സിലാകുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം. ഒരു പിശാച് ബാധയിൽ ഉണ്ടാകാവുന്ന പിശാച് ബാധയുടെ ചില ലക്ഷണങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, വിശുദ്ധമായ എന്തിനോടും അവർ നിഷേധാത്മകമായി പ്രതികരിക്കുന്നു. പിശാച് ബാധിതനായ ഒരു വ്യക്തി മിക്കപ്പോഴും വിശുദ്ധമായ വസ്തുക്കളോടും സ്ഥലങ്ങളോടും നിഷേധാത്മകമായി പ്രതികരിക്കാറുണ്ട്. യഥാർത്ഥമായി പിശാച് ബാധിതരായവർക്ക് വിശുദ്ധ ജലം, കുരിശ്, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ, ജപമാല തുടങ്ങിയ വിശുദ്ധ വസ്തുക്കൾ കാണുമ്പോൾ വിമ്മിഷ്ടമോ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. ഒരു സംഭവം ഞാൻ പറയാം. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവളുടെ മാതാപിതാക്കൾ ഒരിക്കൽ ഒരു വൈദികന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. വളരെ നന്നായി ഉയർന്ന നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി കഴിഞ്ഞ 6 മാസമായിട്ട് പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, എപ്പോഴും അലസതയും അക്രമവാസനയും അസാധാരണമായ വിധം അനുസരണക്കേടും ധിക്കാരവും കാണിച്ച് തുടങ്ങിയിരിക്കുന്നു. അവസാനം അവൾ ആത്മഹത്യാ ശ്രമവും ചെയ്തപ്പോഴാണ് ഈ വൈദികന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. 1 വർഷം മുമ്പ് അവളുടെ നിർബന്ധപ്രകാരം മാതാപിതാക്കൾ ഒരു നോവൽ വാങ്ങിക്കൊടുത്തു. അത് വായിച്ച ശേഷമാണ് ഈ കുട്ടിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ഈ വൈദികന് മനസ്സിലായി. ഇവൾ അറിയാതെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ തലയെ കൈവച്ച് വൈദികൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ, "എനിക്ക് ഭയങ്കരമായി വേദനിക്കുന്നു, എനിക്ക് എൻ്റെ തല പൊള്ളിപ്പോകുന്നു" എന്നൊക്കെ പുലമ്പാൻ തുടങ്ങി. ഈ സംഭവം കാണിക്കുന്നത് വിശുദ്ധ വസ്തുക്കളുടെ സാന്നിധ്യം തന്നെ പിശാച് ബാധിതർക്ക് അസഹനീയമാണ് എന്നതാണ്. രണ്ടാമതായി, അറിയാൻ സാധ്യതയില്ലാത്ത മറയ്ക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. മറ്റാർക്കും അറിയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പിശാച് ബാധയുടെ ഒരു ലക്ഷണമാണ്. ഒരു സംഭവം ഞാൻ പറയാം. ഒരു വൈദികൻ ഒരാളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന പിശാച് ഈ വൈദികനോട് ചോദിച്ചു, "താങ്കളുടെ വിളിയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നവനല്ലേ താങ്കൾ?" ഇതൊരു സത്യമായിരുന്നു. ആ വൈദികന് സെമിനാരി പഠനകാലത്ത് ദൈവവിളിയെക്കുറിച്ച് ശക്തമായ സംശയം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. മൂന്നാമതായി, ദൈവത്തോടും പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടുമുള്ള വെറുപ്പ്. പിശാച് ബാധയുള്ളവരിൽ കാണപ്പെടാറുള്ള മറ്റൊരു ലക്ഷണമാണ് ദൈവത്തോടും പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടുമുള്ള വെറുപ്പ്. ദൈവദൂഷണമാണ് പിശാചുക്കൾ ഉപയോഗിക്കുന്ന ഒരായുധം. ദൈവാത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ പിശാച് ആക്രമിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരായുധം തന്നെയാണ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതും അധിക്ഷേപിക്കുന്നതും. പിശാചുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന ഒന്നാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമം. പരിശുദ്ധ മറിയത്തെ സാത്താനും പിശാചുക്കളും വെറുക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ കന്യാത്വം, അമലോത്ഭവത്വം, ദൈവമാതാവെന്ന സ്ഥാനം, ജപമാല, മാധ്യസ്ഥം ആദ്യമായവയെല്ലാം തള്ളിക്കളയുമ്പോൾ വാസ്തവത്തിൽ അതിന് പ്രേരിപ്പിക്കുന്നത് പിശാച് തന്നെയെന്ന് അനുമാനിക്കാം. കാരണം മറിയത്തിന്റെ നാമവും സാന്നിധ്യവും സാത്താന് ഭയമുളവാക്കുന്ന ഒന്നാണ്. വിശുദ്ധരെയും പിശാച് വെറുക്കുന്നു. സാത്താൻ സേവ ചെയ്യുന്നവരും നിഗൂഢ വിദ്യകൾ ചെയ്യുന്നവരും ദൈവത്തെ ദുഷിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ മറിയത്തെയും വിശുദ്ധരെയും ദുഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജപമാല ധരിച്ച് ഒരു ക്രിസ്ത്യാനി ഇപ്രകാരമുള്ള നിഗൂഢ വിദ്യകൾ ചെയ്യാൻ ചെന്നാൽ ജപമാല, ഉത്തരീയം ആദിവായവ നീക്കം ചെയ്യാനും മരിയ നാമത്തെയും വിശുദ്ധരെയും തള്ളിപ്പറയാനും സാത്താൻ സേവക്കാർ നിർബന്ധിക്കാറുണ്ട്. നാലാമതായി, അസാധാരണമായ ശാരീരിക ശക്തി.
പിശാചുബാധയുടെ മറ്റൊരു ലക്ഷണമായി പൊതുവെ കണക്കാക്കപ്പെടുന്ന ഒന്നാണ് അസാധാരണമായ ശാരീരിക ശക്തിയും ബലവും. വൻ ഭാരമുള്ള വസ്തുക്കൾ ഒരാൾക്ക് സാധാരണ നിലയിൽ അനക്കാൻ പോലും സാധിക്കാത്തതെങ്കിൽ പിശാച് ബാധിതരായവർ അനായാസമായി എടുത്തു എന്ന് വരാം. ഒരു സംഭവം ഞാൻ പറയാം. 86 വയസ്സുള്ള വൃദ്ധനും ശാരീരികമായി അവശനുമായ ഒരു മനുഷ്യന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനോ ഒരു ഗ്ലാസ് വെള്ളം തനിയെ എടുത്ത് കുടിക്കാനോ ഉള്ള ആരോഗ്യമില്ല. എന്നാൽ അക്രമാസക്തനാകുന്ന ചില സമയങ്ങളിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുവാൻ നല്ല ആരോഗ്യവാന്മാരായ 3-4 പേർക്ക് പോലും സാധിക്കാത്ത വിധം അസാധാരണമായ ആരോഗ്യം കാണിക്കാറുണ്ട്. ഉയർത്തുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള വസ്തുക്കൾ അദ്ദേഹം അനായാസം ഉയർത്തി വായുവിലൂടെ എറിഞ്ഞ് പലരെയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. 5-മതായി, ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുക. ഭാഷാപരമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാവുന്ന ഒരു പ്രതിഭാസമാണിത്. പിശാചുബാധയ്ക്ക് ഇരയായ വ്യക്തി പഠിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഭാഷയിൽ വളരെ ഒഴുക്കോടെയും പ്രാവീണ്യത്തോടെയും സംസാരിക്കുന്നത് പിശാചുബാധയുടെ ലക്ഷണമായി അനേക അനുഭവങ്ങളിലൂടെ പല ഭൂതോച്ചാടകരും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു സംഭവം ഞാൻ പറയാം. ഒരു ധ്യാനം നടക്കുന്ന അവസരം. ധ്യാനത്തിനിടയിൽ മധ്യവയസ്കനായ ഒരു പുരുഷൻ എഴുന്നേറ്റ് നിന്ന് ഏതോ ഭാഷയിൽ ഉറക്കെ സംസാരിക്കുന്നു. കേൾവിക്കാരിൽ ചിലർ പരിശുദ്ധാത്മാഭിഷേകം മൂലമാണ് ഇയാൾ ഇങ്ങനെ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛന് മനസ്സിലായി ഇത് പിശാചിന്റെ പണിയാണെന്ന്. അച്ഛൻ ആ മനുഷ്യനുള്ള പിശാചിനെ ശാസിച്ചു. ശാസിച്ച ശേഷം ഇയാൾ അന്യഭാഷയിലുള്ള സംസാരം നിർത്തി. ആ ധ്യാനത്തിൽ സംബന്ധിച്ചിരുന്ന വേറൊരു വ്യക്തി അച്ഛനോട് പറഞ്ഞു, അച്ഛ, അയാൾ പറയുന്നത് ശുദ്ധമായ സ്പാനിഷ് ഭാഷയിലാണ്. 17 വർഷം സ്പെയിനിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. അയാൾ പറയുന്നത് ഇവിടെ പറയുന്ന വചനം ആരും വിശ്വസിക്കരുതെന്നും ഇതിൽ ആരും ശ്രദ്ധിക്കരുതെന്നുമാണ്. പൈശാചിക സ്വാധീനമുള്ള ഈ മനുഷ്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛന് ഒരു കാര്യം മനസ്സിലായി. കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിൽ കൂലിപ്പണി ചെയ്യുന്ന ആളാണ് ഇദ്ദേഹമെന്നും 6-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഇയാൾ കേരളത്തിന് പുറത്ത് ഒരിടത്തും പോയിട്ടില്ല എന്നുമാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, പിശാചുബാധയുടെ പൊതുവെ കരുതപ്പെടുന്ന അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കുറെ ലക്ഷണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് പിശാചുബാധയുടെ കാരണമായിരിക്കാം. ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നല്ല ശക്തിയുള്ള പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് പിശാച് ഉണ്ടെങ്കിൽ തന്നെ പിശാചിനെ മാറ്റാവുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പിശാച് ഉണ്ട്, അല്ലെങ്കിൽ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ പിശാചിന്റെ ഉപദ്രവങ്ങളുണ്ട് എന്നോർത്ത് ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം സർവശക്തനും വളരെ ശക്തിമാനായ നമ്മുടെ ദൈവത്തിന് പിശാച് ഒരു ശത്രുവേ അല്ല. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.